യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വിജയത്തിന്റെ കൊടി പാറിക്കുവാൻ കഴിയൂ. എവറസ്റ്റ് കൊടുമുടി കയറാൻ പലരും ശ്രമിച്ചു. പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ പലരുണ്ട്, മരിച്ചവരുണ്ട്. എന്നാൽ ടെൻസിങ്ങും ഹിലാരിയും അവർ അത് കീഴടക്കി. മറ്റുള്ളവർ നേരിട്ട തടസ്സങ്ങൾ തന്നെയാണ് ഇവരും ആ യാത്രയിൽ നേരിട്ടത്. എങ്കിലും യാത്ര തുടരാൻ, പൂർത്തിയാക്കാൻ, വിജയക്കൊടി ഉയർത്താൻ ഇവർക്ക് സാധിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുമ്പോൾ പൗലോസിന്റെയും ബർണ്ണബാസിന്റെയും യോഹന്നാൻ മർക്കോസിന്റെയും യാത്ര കാണാം. പാഫോസിൽ നിന്ന് പംഫുല്യ ദേശത്തെ പെർഗയ്ക്ക് അവർ ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ മർക്കോസ് അവരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പല കാരണങ്ങൾ അതിനുണ്ടാകും. ബൈബിൾ വ്യക്തമായി ഇതിനെപ്പറ്റി പറയുന്നില്ല. ഒരു പക്ഷേ വീടിനെ പറ്റിയുള്ള ചിന്തയാകാം, മിഷൻ പ്രവർത്തനത്തിലെ അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളാകാം, കൂടെയുള്ള യാത്രകളാകാം. അതുമല്ലെങ്കിൽ തൻ്റെ ബന്ധുവായ ബർണ്ണബാസിനേക്കാൾ പ്രാധാന്യമുള്ളവനായി ശൗൽ മാറിയതിനുമാലും ആകാം. എന്തായാലും കൂടെ വിശ്വസിച്ചു കൊണ്ടുവന്നവൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത് പൗലോസിനും അത്ര ഇഷ്ടമായില്ല. എന്നാൽ പൗലോസും ബർണ്ണബാസും യാത്ര തുടരുക തന്നെ ചെയ്തു. വന്യമൃഗങ്ങളും കൊള്ളക്കാരും നിറഞ്ഞ വനാന്തരങ്ങൾ കൂടെയുള്ള അപകടം നിറഞ്ഞ യാത്ര. പംഫുല്യ ദേശത്തവർ എത്തി. മഹാനായ അലക്സാണ്ടർ ലോകം കീഴടക്കിയപ്പോൾ പംഫുല്യ ദേശത്തെക്കുറിച്ച് പറഞ്ഞത് ഇതുപോലെ അധർമ്മം ഒരു സ്ഥലത്തും ഇല്ല എന്നാണ്. യാത്രയിലെ അപകടങ്ങളും ജനത്തിന്റെ അധാർമികതയും ഒന്നും പൗലോസിന് പ്രശ്നമല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെത്തിയപ്പോൾ ദുരാചാരങ്ങളും അന്ധകാരവും അന്ധവിശ്വാസവും സതി പോലുള്ള ആചാരങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഭാരതം. എന്നാൽ സകല മാനകുലത്തിൻ്റെയും രക്ഷയ്ക്കായി യേശു വന്നു, ക്രൂശിൽ മരിച്ചു, പാപങ്ങൾക്ക് പരിഹാരം നൽകി, ഉയർത്തു, ഇനി വീണ്ടും വരും എന്ന സത്യസുവിശേഷം എല്ലായിടത്തും എത്തിക്കണമെന്ന ഭാരമാണ് അവരെ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങൾ വരെ എത്തിച്ചത്. പംഫുല്യ കടൽക്കരയോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പും ചെളിയും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ധാരാളം കൊതുകും ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്നത് പൗലോസിന് അവിടെ വെച്ച് മലേറിയ എന്ന രോഗം പിടിപെട്ടു എന്നാണ്. എന്നിട്ടും അവർ തിരികെ പോയില്ല. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ അവർ എത്തിച്ചേർന്നു. അവർ തങ്ങളുടെ യാത്ര പുറപ്പെട്ടത് സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നാണ്. ഇപ്പോൾ ഇതാ അവർ പിസിദ്യയിലെ അന്ത്യോക്യയിലെത്തി. 13-ാം വാക്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുവരെ ബർണ്ണബാസും ശൗലും എന്നാണ് എഴുതിയത്. അത് മാറി പൗലോസും കൂടെയുള്ളവരും എന്നായി. ഗ്രന്ഥകാരൻ അതിനത്ര പ്രാധാന്യമൊന്നും നൽകുന്നില്ല. എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോൾ അവർ സിനഗോഗിലേക്ക് പോയത് നാം കാണുന്നു. മോശയുടെയും പ്രവാചകന്മാരുടെയും ഭാഗങ്ങൾ വായിച്ച ശേഷം സിനഗോഗ് അധികാരികൾ അതിഥികളായി എത്തിയവർക്ക് അവസരം നൽകി. പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അത് കേട്ട് പ്രബോധനപുത്രനായ ബർണ്ണബാസ് അല്ല എഴുന്നേറ്റത്, പൗലോസ് ആയിരുന്നു എഴുന്നേറ്റത്. യേശു നസ്രത്തിലെ പള്ളിയിൽ പോയപ്പോൾ പ്രവചന പുസ്തകത്തിൽ നിന്ന് വായിച്ചതും പ്രബോധിപ്പിച്ചതും നാം ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇവർക്കും ഒരു അവസരം കിട്ടുന്നു. അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു ദൈവഭക്തൻ അത് വീണ്ടും വേണം ഉപയോഗിക്കണം. ഒരുപക്ഷെ പാടാനാകാം, വായിക്കാനാകാം, പ്രസംഗിക്കാനാകാം, സഹായിക്കാനാകാം. എന്തിനും എപ്പോഴും തയ്യാറായി നിൽക്കുക. 17 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ ആദ്യ പ്രസംഗം നമുക്ക് കാണാം. സിനഗോഗിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. ആദ്യം ഇസ്രായേൽ മക്കളുടെ അടിമത്തം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ചരിത്രം അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പിന്നീട് 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ പറ്റിയും പാപമോചനത്തെ പറ്റിയും പറഞ്ഞു. ഒടുവിൽ 2 വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി. സാധാരണ ഇരുന്നാണ് എല്ലാവരും പ്രസംഗിക്കാറ്. ഇവിടെ പൗലോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 2 വിധ ആളുകൾ സിനഗോഗിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരും പൂർണ്ണമായി ന്യായപ്രമാണം അനുസരിക്കാത്ത പുറജാതികളും. യെരുശലേമിൽ താമസിച്ച യഹൂദന്മാരും നേതാക്കന്മാരും പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച രക്ഷകനാണ് യേശു എന്ന് മനസ്സിലാക്കിയില്ല. അവർ അവനെ ക്രൂശിച്ചു, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. ഇതൊക്കെ തിരുവചനം എടുത്തു പറഞ്ഞാണ് പൗലോസ് പ്രസംഗിച്ചത്. എന്നാൽ ഏതു പ്രസംഗത്തിലും ഉണ്ടാകേണ്ടതായ ഒരു താക്കീത് കൂടി ഇവിടെ പൗലോസ് നൽകുന്നു. രക്ഷയുടെ സുവിശേഷത്തോട് ജനം എങ്ങനെ പ്രതികരിക്കുന്നു? പരിഹസിച്ച് തള്ളിപ്പറയുമോ? വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും എന്ന ധൈര്യത്തോടെ പൗലോസ് വിളിച്ചു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നും ദൈവത്തെ തള്ളിപ്പറയുന്ന, സുവിശേഷത്തെ പുച്ഛിക്കുന്ന, നിസ്സാരമാക്കുന്ന
അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടത് ആവശ്യമാണ്. പൗലോസിനെ പോലെ, ബർണബാസിനെ പോലെ ഏതറ്റവും പോകാനും തടസ്സങ്ങളെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനും സുവിശേഷം ധൈര്യത്തോടെ എവിടെയും പ്രസംഗിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.